എല്ലാ ദൈവങ്ങൾക്കും നന്ദി. ദൈവങ്ങളുള്ളൂ, അവർക്ക് നന്ദി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നടീനെ ആക്രമിച്ച കേസിൽ പൾസർ സുനിക്കും ടീമിനും കിട്ടിയിരിക്കുന്ന ശിക്ഷ എന്ന് പറയുവാണെങ്കിൽ ഈ സെക്ഷൻ വെച്ച് നോക്കുവാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒത്തിരി സന്തോഷമുണ്ട്. എല്ലാ ദൈവങ്ങൾക്കും നന്ദി. ദൈവങ്ങളുള്ളൂ, അവർക്ക് നന്ദി. ഈ ഒരു സമയം എങ്ങനെയായിരുന്നു അമ്മയ്ക്ക്? അങ്ങനെ വെച്ചാൽ ഇത്രയും വർഷങ്ങൾ ദുരിതമായിട്ടുള്ള വർഷങ്ങളായിരുന്നു. ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് ഇവർ ചെയ്ത തെറ്റിന് ഈ സെക്ഷൻ വെച്ച് നോക്കുവാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് കൊടുത്തേക്കുന്നതെന്ന്. പ്രായമൊക്കെ പരിഗണിച്ചിട്ട് ഇങ്ങനെ 40 വയസ്സിന് താഴെ ആയതുകൊണ്ടാണ് ഇങ്ങനെ ശിക്ഷ കൊടുത്തതെന്നാണ് പറയുന്നത്. പക്ഷെ നടിയുടെ പ്രായം ആരും പരിഗണിച്ചില്ല. അമ്മ എന്തെങ്കിലും ഈ പീഡിപ്പിക്കപ്പെട്ട നടിയെ നേരിട്ട് കണ്ടാൽ അമ്മ കുഞ്ഞിനോട് എന്തോ പറയും? ദൈവമേ, അതിനൊക്കെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും എൻ്റെ മോനെ എന്താന്ന് വെച്ചാൽ ചോദിച്ചറിയണം. ഇത് മൊത്തം ഇത് ആരാ ചെയ്യിച്ചെന്നുള്ളത് അറിയണം. പിന്നെ അതിന്റെ കാലിൽ വീണ് കരഞ്ഞു മാപ്പ് വയ്ക്കാൻ തയ്യാറാണ്. അവനോർത്തില്ല അവനൊരു അമ്മയുണ്ടെന്ന് അവനോർത്തില്ല. അത് ഓർക്കാതെ തന്നെയാണ് ചെയ്തത്. ഇനിയും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പോലീസ് സുനിയുടെ അക്കൗണ്ട് നോക്കിയിട്ട് ഹ്യൂജ് എമൗണ്ട് ഉണ്ട്, അത് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പൾസർ സുനിയുടെ അമ്മ പറയുന്നുണ്ട് അത് ഫ്രീസ് മാറ്റണം, എനിക്ക് ജീവിക്കണം, എനിക്ക് വേറെ ജോലിയൊന്നുമില്ല, അതിൽ നിന്ന് പൈസ എടുത്തിട്ട് വേണം എനിക്ക് ജീവിക്കാനെന്ന്. എന്റെ മോൻ എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, ജീവനോട് വരികയായിരുന്നെങ്കിൽ കാര്യങ്ങളെല്ലാം അവരോട് ആ കൊച്ചിനോട് തുറന്ന് പറഞ്ഞ് അവിടെ ചെന്ന് മാപ്പ് പറഞ്ഞ് അതിനെ കണ്ട എവിടെയെങ്കിലും വെച്ച് ഇന്ന സ്ഥലത്ത് അങ്ങനെ ഒരിക്കലും പറയരുത്. കാരണം ജീവനോടെ ഉണ്ടെങ്കിൽ അവനെയും കൂട്ടിക്കൊണ്ട് പോയി നടിയുടെ അടുത്ത് പോയിട്ട് മാപ്പ് പറയുന്ന കാര്യം അത് വളരെ ചീപ്പായിട്ടുള്ള രീതിയാണ്. കാരണം അവൻ അത്ര വലിയ തെറ്റാണ് ചെയ്തത്. കൊച്ചുകുട്ടിയൊന്നുമല്ല. ഇത്രയും വലിയ ക്രൂരകൃത്യം ചെയ്തിട്ട് അവനെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോകുന്നത് മനസാക്ഷിയുള്ളവർക്ക് ചേർന്ന കാര്യമല്ല. അവൻ ഇനി എന്ത് സത്യം പറയാനാണ്? അവനോട് പോലീസ് ചോദിച്ചിരുന്നു നുണപരിശോധനയ്ക്ക് തയ്യാറാണോന്ന്. ദിലീപ് തയ്യാറാണെന്ന് പറഞ്ഞു, ഇവൻ തയ്യാറല്ലെന്നാണ് പറഞ്ഞത്. സത്യം പറയാൻ എന്തെങ്കിലും ഒരു കുറ്റബോധം ഉണ്ടെങ്കിൽ അവൻ അതിന് തയ്യാറായനെ. അവന് തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ് അവൻ്റെ ലൈഫ് ഇപ്പോൾ സ്പോയിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറയുക, അതാണ് അവൻ ചെയ്യേണ്ടത്. അവൻ ഇതുവരെ സത്യം പറഞ്ഞിട്ടില്ല. കാരണം മേഡം എന്നൊരാളുണ്ട്, അവൻ ഫോൺ വിളിച്ചപ്പോൾ മേഡം എന്ന് പറഞ്ഞിട്ടാണ് സംസാരിച്ചത്. അത് ആരാണെന്ന് പറയാൻ അവൻ തയ്യാറായിട്ടില്ല. ദിലീപിനോട് ഇപ്പോൾ അവന് നല്ല ശത്രുതയുണ്ട്. ദിലീപുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഒരാളാണെങ്കിൽ അവൻ പേര് പറഞ്ഞേനെ. ഇതിന്റെ പിന്നിൽ മറ്റാരോ ആണ് കളിച്ചിരിക്കുന്നത്. ദിലീപിനെ അറിയാവുന്ന കാര്യം അമ്മയ്ക്ക് അറിയാമായിരുന്നു. നിങ്ങൾ അങ്ങനെ ഒരു മൊഴി കോടതിയിൽ പറഞ്ഞിട്ടില്ലെന്ന് വക്കീലന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള സഹായം കിട്ടിയിട്ടുണ്ടെന്നൊക്കെ ന്യൂസ് വന്നിരുന്നു. അത് ആര് തന്നു, എവിടുന്ന് തന്നൊന്നും നിങ്ങൾ പറഞ്ഞിട്ടില്ല. മെമ്മറി കാർഡിന്റെ കേസ് കൊടുത്ത ഒരാളാണ് ഞാൻ. ദിലീപിനെതിരെ ഏറ്റവും കൂടുതൽ പോരാടിയത് നികേഷ് കുമാറാണ്. നികേഷ് കുമാർ എപ്പോഴും പറയുന്നുണ്ടായിരുന്നു മെമ്മറി കാർഡെന്ന്. മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയ കാര്യം ഏറ്റവും കൂടുതൽ TV പറഞ്ഞിരിക്കുന്നത് അദ്ദേഹമാണ്. മെമ്മറി കാർഡ് കേൾക്കുമ്പോൾ തന്നെ ഒരു കോട്ട് വിട്ടുകൊണ്ട് അദ്ദേഹം വാർത്തയുടെ മുമ്പിൽ വരും. എന്നിട്ട് അതിനെക്കുറിച്ച് കുറേ പ്രസംഗിക്കും. ഇപ്പോൾ അദ്ദേഹം റിട്ടയർ ആയി. അതിൻ്റെ പേരിൽ ഇപ്പോൾ നമ്മുടെ അരുണാണ് വന്നേക്കുന്നത്. അരുൺ ഇപ്പോൾ മെമ്മറി കാർഡിന്റെ കാര്യം കുറേ പറഞ്ഞ് ആ മെമ്മറി കാർഡിന്റെ തെളിവ് തന്നെ ഇല്ലാതാക്കി. അതിപ്പോൾ നമ്മൾ ജുഡീഷ്യറിയിൽ ഉണ്ടാകുന്ന തെറ്റായിട്ടുള്ള പ്രവണതകൾക്കെതിരായിട്ടുള്ള ഒരു ഫൈറ്റും കൂടിയായിരുന്നു. നമ്മളെ സംബന്ധിച്ച് പേഴ്സണലായിരുന്നു കുറച്ചുകൂടി. അത് ഞാനൊക്കെ ആത്മാർത്ഥമായി വിശ്വസിച്ച് നടക്കുന്ന ഒരു സംവിധാനം. താങ്കൾ കോടതിയിൽ ആകെ റിക്വസ്റ്റ് ചെയ്തത് മെമ്മറി കാർഡിന്റെ കാര്യമാണ്. അതിന്റെ ഹാഷ് വാല്യൂ മാറിയ കാര്യം. മെമ്മറി കാർഡ് വെച്ചിരിക്കുന്ന ലോക്കർ പോലും തുറന്നിട്ടില്ലെന്നാണ് പറഞ്ഞത്. എന്നിട്ടും നിങ്ങൾ എന്താണ് അവിടെ വാദിച്ചത്? മെമ്മറി കാർഡിന്റെ ലോക്കർ പോലും തുറന്നിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ അവിടെ സൈലന്റ് ആയി. അതാണ് അവിടെ സംഭവിച്ചത്. സത്യം പറയുകയാണെങ്കിൽ വാദിച്ച് പോലീസ് അവിടെ കൊടുത്ത എവിഡൻസ് എല്ലാം ഫേക്കായി. വെറും സംശയത്തിന്റെ പേരിൽ മാത്രമല്ല ദിലീപ് കുറ്റക്കാരനല്ലെന്ന് തെളിഞ്ഞത്. അതായത് മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയിട്ടില്ല, പൈസ കൊടുത്തത് തെളിവില്ല, കോൺടാക്ട് ചെയ്ത തെളിവില്ല, ഫോൺ നമ്പറിൽ സുനിനെയോ ടീമിനെ വിളിച്ച് തെളിവില്ല. ദിലീപിനെ സുനിയായിട്ട് ഈ സംഭവമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സിംഗിൾ പേപ്പർ എവിഡൻസ് പോലും ഇല്ലായിരുന്നു. ഇതിൽ സംഭവിച്ച കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിലീപിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഈ കേസ് മുന്നോട്ട് പോയി. മറ്റുള്ളവരെ കുറിച്ചൊന്നും ശരിക്കും അന്വേഷിക്കാനായിട്ട് പറ്റിയില്ല. അത് തന്നെയാണ് ഇവിടെ പറ്റിയത്. ദിലീപിനെ മാത്രം ഫോക്കസ് ചെയ്താണ് ഈ കേസ് മൊത്തം പോയത്. അത് തന്നെയാണ് ഈ കേസിന്റെ ഏറ്റവും വലിയ നെഗറ്റീവായിട്ട് പറയുന്നത്. അവനെ കൊണ്ടെല്ലാം പറയിപ്പിച്ച് മാപ്പ് പറഞ്ഞ് ഞാനും കരയിൽ വരും. കോടതിയും പോലീസുകാരും മാറി ചോദിച്ചു. അവനറിയാം അവൻ ചെയ്ത തെറ്റെന്താണെന്ന്. അവന് പശ്ചാത്താപം ഉണ്ടെങ്കിൽ അവൻ സത്യം പറഞ്ഞേനെ. ഇതുവരെ സത്യം പറഞ്ഞിട്ടില്ല. കാരണം നിങ്ങൾ ചോദിച്ചാലും അവൻ സത്യം പറയുന്ന ഒരു ഉറപ്പുമില്ല. അവൻ ചെയ്യുന്ന ജോലി എന്താണെന്ന് തുറന്നു പോലും നിങ്ങളോട് പറഞ്ഞിട്ടില്ല. പിന്നെയാണ് നിങ്ങൾ പറഞ്ഞിട്ട് അവൻ കേൾക്കുന്നത്. ഇവരുടെ നാട്ടിൽ ഇവരെ എല്ലാവരും അകറ്റി നിർത്തുന്നുണ്ടെന്നാണ് പറയുന്നത്. അതിൻ്റെ ആവശ്യമില്ല. ഒരിക്കലും ഇവരല്ല തെറ്റിയത്, ഇവരുടെ മകനാണ്. അതിനുള്ള ശിക്ഷ കോടതി കൊടുത്തിട്ടുണ്ട്. നടിയുടെ അഡ്വക്കേറ്റ് പറഞ്ഞേക്കുന്നത് ഇനി സുപ്രീം കോടതിയിലേക്ക് പോകുന്നതാണ്. കാരണം അവിടെ നല്ലൊരു വിധി കിട്ടുമെന്ന് ഇവർ പ്രതീക്ഷിക്കുന്നു. നടി ഈ വിധിയിൽ സാറ്റിസ്ഫാക്ഷൻ അല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ അതെല്ലാ ജഡ്ജ്മെന്റുകളിലും വിശദീകരിക്കും. ചിലപ്പോൾ കോടതി എല്ലാ തെളിവുകളും അംഗീകരിക്കുകയും പക്ഷേ സംശയത്തിന്റെ ഒരു ഫലം കൊടുത്തുകൊണ്ടായിരിക്കും വിട്ടിരിക്കണം. വിധിയുടെ റിപ്പോർട്ട് പോലും വായിച്ചു നോക്കാതെ ഇത് പറയുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. ഭാഗ്യലക്ഷ്മി പറയുന്നുണ്ട് നടിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു TV വെക്കരുത്, TV വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് സഹിക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. 1 മണിക്ക് ശേഷം നമുക്ക് TV ഒക്കെ കണ്ടാൽ മതി, നീ മുകളിൽ എവിടെയെങ്കിലും പോയിരിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അവളിങ്ങനെ വല്ലാത്ത റെസ്റ്റ്ലെസ് ആയിരുന്നു. ഭക്ഷണം കഴിക്കാതെ ഉറങ്ങാതെയൊക്കെ ഇങ്ങനെ അവിടെ മുകളിലുള്ള മൂവി തന്നെയായിരുന്നു. TV കാണാനൊന്നും വന്നില്ല. ഞാനും അവളെ കുറച്ച് വളരെ അടുത്ത സുഹൃത്തുക്കൾ ശില്പ മൃദുല എന്നൊക്കെ പറയുന്നു. പിന്നെ അവളുടെ ബ്രദേഴ്സ് രണ്ടുപേരുണ്ടായിരുന്നു. അമ്മയും ഞങ്ങൾ മാത്രം TVയുടെ മുമ്പിൽ ഇരുന്ന് കണ്ടുകൊണ്ടിരുന്നു.
എന്നിട്ട് ഇവർ ടിവിയുടെ ഓളിയം കൂട്ടി വെച്ചിട്ട് നടീനെ വിളിച്ചു. ഇവർ നടിയെ വിളിച്ചപ്പോൾ നടി ഫോണിൽ കൂടെ കേട്ടു 8-ാം പ്രതിയെ വെറുതെ വിട്ട വാർത്ത. ഇവരാണ് പറയുന്നത് അങ്ങനെ കേട്ടെന്ന്. ഇവർ ഓൾറെഡി നടിയോട് പറഞ്ഞു TV ഒന്നും വെക്കരുത്. ഇവർ ടിവിയുടെ ഓളിയം കൂട്ടി വെച്ചിട്ട് നടീനെ വിളിച്ചു. നടി ഫോണിൽ കൂടെ 8-ാം പ്രതിയെ വെറുതെ വിട്ട വാർത്ത കേട്ടു. എന്നിട്ട് നടിക്ക് സങ്കടമായിരുന്നു. ഗൈസ്, എന്തായാലും അതിജീവിതയ്ക്ക് നീതി കിട്ടിയിട്ടില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇത് ചെയ്യിപ്പിച്ച ഒരാളുണ്ട്, അയാളെ ഇതുവരെയും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. സുനിയോട് കോടതിയിൽ എടുത്തെടുത്ത് പറഞ്ഞു, ആരാണ് മേഡം, അവരുടെ പേര് പറ, നിങ്ങൾ ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞ മേഡത്തിൻ്റെ പേരെന്താണെന്ന്. സുനി പറഞ്ഞിട്ടില്ല, കാരണം അയാൾക്ക് കുറ്റബോധം ഇല്ല. അതാണ് ഏറ്റവും വലിയ കാര്യം. ഗൈസ്, എനിക്ക് ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.